ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിയേറ്റീവ് വൈബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിലും എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനൂടെ അമർത്തുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലത്തെ ഒരു ഏതെങ്കിലും ഒരു കാർഡ്ബോർഡിൻ്റെ പേപ്പറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു A4 ഷീറ്റോ കട്ടിയുള്ള ഏതെങ്കിലും ഒരു ചെറിയ പേപ്പർ എടുക്കുക. അത് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിതിൽ ഒരു ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇതൊരു വാൾ ഹാങ്ങിങ് ആണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമുക്കൊന്ന് ആദ്യം ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്ലവർ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ക്യാൻവാസോ അല്ലെങ്കിൽ കാർഡ്ബോർഡിൻ്റെ ഷീറ്റോ എടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ഫ്ലവർ ഇതിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിത് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എനിക്ക് തോന്നുന്നത് ഏറ്റവും ബെസ്റ്റായിട്ട് പെയിൻറ്റ് ചെയ്യുന്നത് പിസ്താഷ്യയിൽ ആദ്യം തന്നെ പെയിൻറ്റ് ചെയ്ത് ഡ്രൈ ആയതിനു ശേഷം സ്റ്റിക്ക് ചെയ്യുന്നതാണ്. ഇങ്ങനെ പെയിൻറ്റ് ചെയ്യുമ്പോൾ അത് ഗ്യാപ്പിലൊന്നും ഫില്ലാവുന്നില്ല. അപ്പോൾ ഞാനത് പെയിൻറ്റ് ചെയ്തെടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടി അവസാനം ഞാനത് സ്പ്രേ പെയിൻ്റാണ് ചെയ്തത്. അങ്ങനെ ഒരു വലിയ മിസ്റ്റേക്ക് എനിക്ക് പറ്റി. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ ഇത് എന്തായാലും ഒന്ന് പിസ്താഷ്യയിൽ പെയിൻറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒട്ടിച്ചെടുത്താലും മതി. അപ്പോൾ ഇതാ നമ്മൾ ഇതുപോലത്തെ ഒരു ബോർഡറും കൂടെ ഇതിന് കൊടുക്കുന്നുണ്ട്. നമ്മൾ പിസ്താഷ്യയിൽ കമഴ്ത്തി വെച്ചിട്ട് നമുക്കിതൊന്ന് റൗണ്ട് ചെയ്ത് ബോർഡർ കൊടുക്കാം. ഇതാ ഈ സ്പ്രേ പെയിൻ്റാണ് ഞാൻ പിന്നെ ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഇതാ ഇതുപോലെ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സൈഡിലൊക്കെ പരന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തു ബ്ലാക്ക് തന്നെ. ഞാനിത് ഗ്രേ കളറാണ് സ്പ്രേ പെയിൻറ്റ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ ഗ്രേ കളർ പെയിൻറ്റ് കൊടുക്കാൻ ശ്രമിക്കാം. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് കളർ കോമ്പിനേഷൻ ഏതാണ് തോന്നുന്നതെങ്കിൽ അത് ചെയ്തെടുക്കാം. നല്ല ഭംഗിയായിരിക്കും കാണാൻ. 2-3 എണ്ണം സെയിം മെത്തേഡിൽ ചെയ്തിട്ട് വാളിൽ ഹാങ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. എൻ്റെ അടുത്ത് അത്രയും പിസ്താഷ്യയിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഒരു പീസേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഫൈനലി നമ്മൾ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗോൾഡൻ ടച്ചും കൂടെ ഒന്ന് കൊടുക്കുന്നുണ്ട്. വളരെ ലൈറ്റായിട്ട് പിസ്താഷ്യലിൻ്റെ മുകൾ ഭാഗത്ത് മാത്രമായിട്ടാണ് നമ്മൾ ഗോൾഡൻ ടച്ച് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പിസ്താഷ്യയിൽ വെച്ചിട്ടുള്ള വാൾ ഹാങ്ങിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വാൾ ഹാങ്ങിങ് ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്കിത് ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഷെയർ ചെയ്യാൻ ഒട്ടും മടിക്കരുത് കേട്ടോ. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, സീ യു, ഹാപ്പി ക്രാഫ്റ്റിംഗ്.